ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഭാഗ്യവാൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാദ്യാരമായി ഒരു വാക്യം വായിക്കാം. യിരെമ്യാവ് 17-7 യഹോവയിൽ ആശ്രയിക്കുകയും യഹോവയെ മാത്രം ആശ്രയമാക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നാം കർത്താവിൽ ആശ്രയിക്കുമ്പോൾ അവൻ നമ്മിൽ പ്രസാദിക്കുകയും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യും. നാം അവനിൽ ആശ്രയിക്കുന്നില്ലെങ്കിൽ അവന്റെ ഹൃദയം ദുഃഖിക്കുന്നത് സ്വാഭാവികമല്ലേ? കർത്താവിനെ ആസ്വദിച്ചവരും അവന്റെ നന്മ അനുഭവിച്ചവരും അവനിൽ നിന്ന് തങ്ങളുടെ വിശ്വാസം അകറ്റി മനുഷ്യനെ സ്ഥാപിക്കുമ്പോൾ അവന്റെ ഹൃദയം അസ്വസ്ഥമാകില്ലേ? ബൈബിൾ പറയുന്നു, കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിക്കുകയും ജഡത്തെ തന്റെ ശക്തിയാക്കുകയും ഹൃദയം കർത്താവിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ഇത് യിരെമ്യാവ് 17-5 കാണപ്പെടുന്നു. ആ കാലത്ത് എല്ലാ ഫെലിസ്ത്യരും ഭീമനായ ഗോലിയാത്തിൽ ആശ്രയിച്ചു. അവൻ അസാധാരണ ഉയരമുള്ള ഒരു മനുഷ്യനായിരുന്നു. ഗത്തിൽ നിന്നുള്ള ഒരു ശക്തനായ യോദ്ധാവായിരുന്നു. അവന്റെ രൂപം, ശാരീരിക ശക്തി, യുദ്ധായുധങ്ങൾ എന്നിവ ഭയപ്പെടുത്തുന്നതായി തോന്നി. ഇസ്രായേൽ ജനത മുഴുവൻ അവന്റെ മുൻപിൽ വിറച്ചു. അവന്റെ മുന്നിൽ എതിർക്കാൻ തങ്ങളിൽ ആരുമില്ല എന്ന് വിശ്വസിച്ചു. എന്നാൽ പിന്നീട് ഒരു യുവ യഹൂദ ഇടയബാലൻ പ്രത്യക്ഷപ്പെട്ടു. അവന് യുദ്ധത്തിൽ പരിചയമില്ലായിരുന്നു. അവൻ ശ്രദ്ധേയമായ ആയുധങ്ങൾ വച്ചിരുന്നില്ല. എന്നിട്ടും അവൻ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും കർത്താവിനെ മാത്രം ആശ്രയമാക്കുകയും ചെയ്തു. ആ യുവാവ് ദാവീദായിരുന്നു. ഭീമാകാരനായ യോദ്ധാവായ ഗോലിയാത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് ദാവീദ് പ്രഖ്യാപിച്ചു, വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. ഇത് 1 ശമൂവേൽ 17-45 കാണപ്പെടുന്നു. യഹോവയുടെ നാമത്തിൽ ദാവീദ് മഹത്തായ വിജയം നേടി. എപ്പോഴും കർത്താവിൽ ആശ്രയിക്കുക, മനുഷ്യനിൽ ആശ്രയിക്കരുത്. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യൻ ആരാണ്? അവനെ വിശ്വസിക്കാൻ അവൻ ആരാണ്? അതുപോലെ നിങ്ങളുടെ ഹൃദയം സമ്പത്തിലോ ഉന്നതരിലോ വെക്കരുത്. സമ്പത്തിൽ ആശ്രയിച്ചുകൊണ്ട് സ്വന്തം ആത്മാവിനോട് ആശ്വസിക്കൂ, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറഞ്ഞ ഒരു മനുഷ്യനുണ്ടായിരുന്നു. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, മൂഢ, ഈ രാത്രിയിൽ നിന്റെ ആത്മാവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ കരുതി വച്ചിരിക്കുന്നത് ആരുടേതായിരിക്കും? ഇത് ലൂക്കോസ് 12-19-20 കാണപ്പെടുന്നു. ദൈവവചനം പ്രഖ്യാപിക്കുന്നു, യഹോവയെ തന്റെ ആശ്രയമാക്കിക്കൊള്ളുകയും നിഗളികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന്. ഇത് സങ്കീർത്തനം 40-4 കാണപ്പെടുന്നു. ദൈവം വിശ്വസ്തനാണ്. അവൻ മാറുന്നില്ല. അവൻ കള്ളം പറയുന്നില്ല. ദൈവമക്കളെ, കർത്താവിൽ മാത്രം ആശ്രയിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 37-5 നിങ്ങളുടെ വഴി കർത്താവിൽ ഫലമേൽപ്പിക്കുക, അവനിലും ആശ്രയിക്കുക, അവൻ അത് നിവർത്തിക്കും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ലേവ്യ പുസ്തകം 17-18 വൈകുന്നേരം മത്തായി സുവിശേഷം 27 27 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.